രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ക്രൈംബ്രാഞ്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആരും പരാതി കൊടുത്തതല്ല, സോമോട്ടോ ആയിട്ട് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസാണ്. അതൊരു DYSP ആണ് രജിസ്റ്റർ ചെയ്തത്. ആദ്യം രജിസ്റ്റർ ചെയ്യാനായിട്ട് നിയോഗിച്ച DYSP ഭീതി കൊണ്ട് പിന്മാറി. രണ്ടാമത് ഒരു DYSP ഷാജി വന്നു, ക്രൈംബ്രാഞ്ചിൽ ഒരു സോമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ചിന് അതിന് അധികാരമുണ്ടോ ഇല്ലയോ എന്ന് വേറൊരു കാര്യം. തെറ്റായ ചില ഉപദേശങ്ങൾ ഗവൺമെൻറ്റിന് കൊടുത്തതായിട്ടാണ് മനസ്സിലാകുന്നത്. കാരണം ക്രൈംബ്രാഞ്ചിന് സോമോട്ടോ ആയിട്ട് കേസെടുക്കാൻ അധികാരം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. അവിടെ നിന്ന് കേസ് ഒരെണ്ണം ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യാം. അതിനോടനുബന്ധിച്ച് ഉള്ള കേസുകൾക്ക് അവർക്ക് കേസെടുക്കാം. പോലീസ് സ്റ്റേഷനിലെ പോലെ കേസെടുക്കാൻ 154 CRPC അനുസരിച്ച് പ്രവർത്തിക്കാനും മാത്രമേ SHO കഴിയുള്ളൂ. ക്രൈംബ്രാഞ്ചിലെ SHOയ്ക്ക് അതിന് അധികാരമില്ല. കാരണം അതൊരു പോലീസ് സ്റ്റേഷനായിട്ട് ഡിക്ലെയർ ചെയ്താലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധി വരുന്ന കേസുകളൊന്നും അവിടെ എടുക്കാൻ കഴിയില്ല. അവിടെയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണുന്നത്.